ഹായ് ഹലോ ഞങ്ങളൊന്ന് വാരനാട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. വാനുട്ടി സ്കൂളിൽ പോയി അയവിൻകുട്ടൻ വീട്ടിലുണ്ട്. അവന് ചെറിയൊരു ചെവി വേദന, അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളിയാഴ്ച ദിവസമൊക്കെ നല്ല തിരക്കായിരിക്കുവേ. കണ്ടോ ശാന്തമായ അന്തരീക്ഷം അല്ലേ. എന്തായാലും ഞാൻ നേരെ റെസിപ്റ്റ് എടുക്കാൻ പോയി കേട്ടോ. എന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നക്ഷത്രക്കാവിലേക്കാണേ. നക്ഷത്രക്കാവ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാവേ. നമ്മുടെ നക്ഷത്രയിലെ നക്ഷത്രം എന്ന് വെച്ചാൽ നാള്, നമ്മൾ ജനിച്ച നാളുണ്ടല്ലോ, ഏത് നാളിലാണോ നമ്മൾ ജനിച്ചത് ആ നാളിന് ഓരോ വൃക്ഷങ്ങളുണ്ടാവും. ആ വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് നക്ഷത്രക്കാവ് എന്ന് പറയുന്നത്. ആ വൃക്ഷത്തിന്റെ അടുത്ത് തന്നെ ആ നാളിന്റെ പക്ഷിയും മൃഗവും ഒക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കുഞ്ഞോൻ തന്നെ ഒഴിച്ചു. കുഞ്ഞോൻ ചിത്തിര നാളാണ് കേട്ടോ. അപ്പോൾ കൂവളത്തിന് ഒഴിച്ച് കുഞ്ഞോനും അയവിൻകുട്ടനും ഒരേ നാളാണ്, ഒരേ മാസമാണ് കേട്ടോ. ഒറ്റ പിറന്നാൾ തന്നെ ഒരുപോലെയാണ്. അടുത്തത് എൻ്റെ ഊഴാണ് കേട്ടോ. ഞാൻ എൻ്റെ മരം തപ്പി അങ്ങനെ നടക്കണേ, അവസാനം കണ്ടുപിടിച്ചു. എൻ്റെ നാള് രേവതിയാണ് കേട്ടോ. ഇരിപ്പയാണ് വൃക്ഷം. അങ്ങനെ ഞാനും വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് ബാനുട്ടിയുടെ നാളിന് വേണ്ടി ഒഴിക്കാൻ വന്നേ. അവളുടെ നാള് ഉത്രട്ടാതിയാണ് കേട്ടോ. അങ്ങനെ ഉത്രട്ടാതിയുടെ മരത്തിനും വെള്ളം ഒഴിച്ചു. പിന്നീട് അമ്മയുടേത് എൻ്റെത് തന്നെയാണ് കേട്ടോ, രേവതി. അതുകൊണ്ട് ഞാൻ ഒഴിച്ച കൂട്ടത്തിൽ അങ്ങ് അത് ഒഴിച്ചു. പിന്നെ അച്ഛൻ്റെത് പൂരാടെ നാളാണ്, അങ്ങനെ അതിനും ഒഴിച്ചു. അങ്ങനെ നക്ഷത്രവൃക്ഷത്തിനൊക്കെ വെള്ളം ഒഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നക്ഷത്രവൃക്ഷത്തിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ അമ്പലനടയിൽ കുറച്ച് സമയം കൂടിയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ പതിയെ തിരികെ പോയേ. അയവിൻകുട്ടൻ വീട്ടിലുണ്ടേ. കാത്തിരുന്ന് അവൻ വിഷമിച്ചിട്ടുണ്ടാവും. എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.